എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. വലുതായിട്ടുള്ള രാശിമാറ്റങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും ഇടാത്തത്. നമുക്കിപ്പോൾ പൊതുവിൽ അറിയാൻ പറ്റും, സൂര്യനും അതുപോലെ തന്നെ ശുക്രനും ബുധനും ചൊവ്വ ഇതുപോലുള്ള ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റം ഉള്ളത്. ചന്ദ്രന് 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ രാശിമാറ്റമുണ്ട്. ശനിക്കും അതുപോലെ വ്യാഴത്തിനും രാഹുകേതുക്കൾക്കും പ്രത്യേകിച്ച് രാശിമാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് സൂര്യൻ ബോർഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 31-ാം തീയതി ആവുന്നതിന് മുമ്പായിട്ട് ആഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബുധനും സൂര്യനും കേതുവും കൂടി ചിങ്ങം രാശിയിൽ നിൽക്കുന്നതായിട്ടും ശുക്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നതായിട്ടും മിഥുനം രാശിയിൽ വ്യാഴവും മീനൻ രാശിയിൽ ശനിയും കുംഭം രാശിയിൽ രാഹു, ഇവിടെ ഗുളികനെ നമുക്ക് നോക്കണ്ട, ഗുളികൻ ഇങ്ങനെ മാറി വരും. അപ്പോൾ ഗുളികന്റെ സ്ഥിതിയും ചൊവ്വ കന്നി രാശിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഗ്രഹസഞ്ചാര സ്ഥിതി അറിയാം. ഈ ഗ്രഹസഞ്ചാര സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫലസിദ്ധി പറയുന്നത്. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂറുകാർക്ക് നിലവിൽ പൊതുവിലുള്ള ഗ്രഹസ്ഥിതി ചിന്തിക്കുമ്പോൾ 11-ൽ രാഹു, 12-ൽ ശനി, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ശുക്രൻ, ബുധൻ സൂര്യൻ കേതു 5-ൽ, 6-ൽ ചൊവ്വ. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കൊന്നും മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് 12 ഗ്രഹങ്ങളുടെയും രാശിഫലങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ രാശിഫലങ്ങളിൽ ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് ഫലസിദ്ധി പറയുന്നത്. നിങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാല് നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രൻ, കാർത്തിക നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെയും വരാം ഇവിടെയും വരാം. അപ്പം മേടക്കൂറുകാരാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ, കാർത്തിക മുക്കാൽ ഇടവക്കൂറുകാരാണെങ്കിൽ ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ച എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഗ്രഹം എവിടെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വീഡിയോ കാണുക. അപ്പം അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂറുകാർക്ക് ലാഭമുണ്ടാകുന്ന സ്ഥാനം, ലാഭസ്ഥാനം 11. നിങ്ങൾക്ക് ഇങ്ങനെ കണക്കൂട്ടണം. മേടക്കൂറുകാര്, മേടം താ ഇവിടെ എഴുതിയിട്ടുണ്ട്, മേടക്കൂറുകാര് നിങ്ങളുടെ അധിപൻ ഇപ്പോൾ, മേടക്കൂറിന്റെ അധിപൻ നിങ്ങൾക്ക് 6-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ധനസ്ഥാനം 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ നിങ്ങൾ കണക്കൂട്ടി വെക്കണം. നിങ്ങളുടെ ജാതകപ്രകാരം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ളവര്, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നവരുടെ നിങ്ങളുടെ 12 ഭാവങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുടച്ച് ഉത്തരം പറയണം. ഈ ഓരോ ഭാവങ്ങൾക്കും ഓരോ രീതിയുണ്ട്. അപ്പം നിങ്ങളുടെ ധനസ്ഥാനം, നിങ്ങളുടെ കുടുംബസ്ഥാനം, ഗൃഹസ്ഥാനം, മനസ്സിന്റെ സ്ഥാനം, ശത്രു രോഗസ്ഥാനം, 7 ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം, അഷ്ടമം ആയുസിന്റെ സ്ഥാനം, 9 ഭാഗ്യസ്ഥാനം, 10 കർമ്മസ്ഥാനം, 11 ലാഭസ്ഥാനം, 12 വ്യയസ്ഥാനം, നഷ്ടസ്ഥാനം, നാശസ്ഥാനം എന്ന് പറയും. മേടക്കൂറുകാരുടെ മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെയും വേണമെങ്കിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇടവക്കൂറുകാർക്ക് ദാണ്ട് ഇത് ധനസ്ഥാനം, ഇത് കുടുംബസ്ഥാനം, ഇത് ഗൃഹസ്ഥാനം, ഇങ്ങനെ മാറി വരും. അപ്പം ഇടവക്കൂറുകാർക്ക് ഇതായിരിക്കും 12, മിഥുനക്കൂറുകാർക്ക് ഇതായിരിക്കും 12, കർക്കിടകക്കൂറുകാർക്ക് ഇതാണ് 12, ചിങ്ങക്കൂറുകാരും മകമ്പൂർ ഉത്തരത്തിക്കാലുകാർക്ക് നിങ്ങൾക്ക് 12 എവിടെയാണെന്ന് ചോദിച്ചാൽ കർക്കിടകൻ രാശി എന്ന് പറയണം. അപ്പൊ മീനക്കൂറുകാർക്ക് 12 ഏത് വരും? ഇത് വരും. മീനക്കൂറുകാർക്ക് ധനസ്ഥാനം എവിടെ വരും? ഇത് വരും. ഇങ്ങനെ ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാനും, നിങ്ങളുടെ ധനസ്ഥാനത്ത് ആര് നിൽക്കുന്നു, കർമ്മസ്ഥാനത്ത് ആര് നിൽക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കുടുംബസ്ഥാനത്ത്, ഗൃഹസ്ഥാനത്ത്, മനസ്സിന്റെ സ്ഥാനത്ത്, ശത്രുസ്ഥാനത്ത്, രോഗസ്ഥാനത്ത്, ഭാര്യാസ്ഥാനത്ത് ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്ന് നിങ്ങളുടെ ജാതകപ്രകാരവും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാര സ്ഥിതിയാണ് ഇവിടെ കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ ആകാശമണ്ഡലത്തിലുള്ള ഗ്രഹസഞ്ചാര സ്ഥിതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരുന്ന ഗ്രഹങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 14-ാം തീയതി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുന്ന, ഇവിടെ നിൽക്കുന്ന ശുക്രൻ ഇങ്ങോട്ട് വരും. സെപ്റ്റംബർ മാസം 15-ാം തീയതി ബുധൻ കന്നി രാശിയിലേക്ക് വരുന്ന, ഇവിടെ നിൽക്കുന്ന ബുധൻ ഇങ്ങോട്ട് വരും. സെപ്റ്റംബർ മാസം 16-ാം തീയതി സൂര്യൻ ഇങ്ങോട്ട് വരും. സെപ്റ്റംബർ 13-ാം തീയതി ചൊവ്വ ഇങ്ങോട്ട് വരും. അപ്പം സ്പീഡിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ 2025 സെപ്റ്റംബർ മാസം 1 മുതൽ മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് കാര്യങ്ങളായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും ലാഭസ്ഥിതികളും ബിസിനസ് വിജയങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണെന്നും, ലാഭസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോരുത്തർക്കും ഇപ്പം ബിസിനസ് ചെയ്യുന്ന അല്ലാത്ത ഒരാൾക്ക് ലാഭം ഉണ്ടാകും. അപ്പോൾ ഏത് വിധത്തിലും ലാഭസ്ഥാനത്ത് രാഹു വരുന്നത് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് നല്ലതാണ്. അപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ലാഭം ഉണ്ടാകുന്നത് എന്ന് വെച്ചാണ് എങ്ങനെയാണ് ആ വിദ്യാപുരോഗതി, ഐശ്വര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ, ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന അശ്വതി ഭരണി കാർത്തികകാലുകാരൻ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെ ലാഭസ്ഥാനത്ത് വയ്ക്കുന്ന രാഹുവിനെ കൊണ്ടുള്ള ഗുണം ഉണ്ടാവുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ഗുണം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികകാല് വരുന്നവർക്ക് ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ധനവ്യയം, 7ര കണ്ഠകാല ശനി എന്നിങ്ങനെയുള്ള ഒരു ദോഷഫലങ്ങൾ നിലവിൽ നിൽപ്പുണ്ട്. ലാഭാധിപതിയാണ് അവർക്ക് ശനി 12ൽ നിൽക്കുന്നത് എപ്പോഴും നമുക്ക് ധനനഷ്ടം ഉണ്ടാവുന്നതിനും, ശനി 12ൽ വരികയാണെങ്കിൽ രോഗങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടുമൊക്കെ ധനനഷ്ട യോഗം പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ധനത്തിന്റെ അധിപതി 4ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വാഹനങ്ങൾ മാറിയെടുക്കുക, ഗൃഹനിർമ്മാണം നടത്തുക, ഗൃഹം മോടി പിടിപ്പിക്കുക, ആഡംബര വസ്തുക്കൾ വാങ്ങുക, അതുപോലെ തന്നെ പല വിധത്തിലും നമുക്ക് ധനം കൊണ്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇപ്പം വാഹനം എടുക്കണം, അതുപോലെയുള്ള ചിന്തകൾ, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കരുത്. അത് കൂടുതൽ നിങ്ങളെ ആഡംബരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും മനസ്സിന് കൂടുതൽ പണം മുടക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണ നൽകുന്ന ഒരു സമയമായിട്ടായിരിക്കും കാണുന്നത്. അടുത്തതായിട്ട് ഈ അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് 4ാം ഭാവത്തിൽ ശുക്രനും 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതും അവർക്ക് പൊതുവിലുള്ള ജാതകസ്ഥിതി അനുസരിച്ച് ഭാഗ്യാധിപനാണ് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. ലാഭാധിപനും 12ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള വ്യാഴം വന്നിട്ട് നേരെ 3ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തകളെ കൊണ്ട് ഉള്ള ഒരു കാര്യം അവിടെ നിൽപ്പുണ്ട്. അതുകൂടാതെ 5ാം ഭാവത്തിൽ ബുധൻ, സൂര്യൻ, കേതു ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പലവിധത്തിലുള്ള തൊഴിൽ ഗുണങ്ങൾ ഉണ്ടാവുകയും ധനപുരോഗതി ഉണ്ടാകുന്നതിനും പലവിധത്തിലുള്ള ലാഭാധികാരികളൊക്കെ ഉണ്ടാകുന്നതിനും ദീർഘകാലമായിട്ട് അനുഭവിച്ചു വരുന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെയുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. 5ാം ഭാവത്തിൽ കേതു, സൂര്യൻ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സ്ഥാനം സന്താന സ്ഥാനമാണ്. ബുധൻ പൊതുവിൽ മേടക്കൂറുകാർക്ക് 3ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമായിട്ടുള്ള ഗ്രഹമാണ്, ശത്രുഗ്രഹമാണ്. അപ്പോൾ മനസ്സിന് പലവിധത്തിലുള്ള വിഷമതകളും പ്രയാസങ്ങളും അലച്ചിലുകളും സഞ്ചാരങ്ങളും ഒക്കെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ദേഹദുരിതങ്ങളൊക്കെ അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്നും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടുമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അശ്വതി ഭരണി കാർത്തികകാലുകാർ ദോഷപരിഹാരമായിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ചെയ്യുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കേതുവിന്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. 11ലെ രാഹുവിന്റെ സ്ഥിതി ഉള്ളതിനാൽ നിങ്ങൾ നാഗപ്രീതി വരുത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ പൊതുവിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പൊതുവിൽ ഗ്രഹസ്ഥിതി പൊതുവിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദോഷമായിട്ട് കാണിക്കുന്നത് 12ൽ നിൽക്കുന്ന ശനിയാണ്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ബുധനും കേതുവാണ് നമുക്ക് നിലവിൽ ദോഷസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ. അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുമെന്നും സമാധാനം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കടബാധ്യതകളിൽ അല്പം ശ്രദ്ധകൾ വേണമെന്നും ഒക്കെ പറയുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം മേടക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകേര തലക്കാര് മനസ്സിലാക്കണം. നിങ്ങളുടെ ജാതകപ്രകാരം ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. ഇതവിടെ എഴുതിയിട്ടുണ്ട്. ശുക്രൻ നമുക്ക് 3ാം ഭാവത്തിലുണ്ട്. വ്യാഴം നിങ്ങൾക്ക് 11ാം ഭാവാധിപനും ലാഭാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ഗ്രഹമാണ്. നിങ്ങൾക്ക് വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. അപ്പൊ ലാഭത്തിന്റെ അധിപൻ ധനസ്ഥാനത്ത് വരുന്നത് എപ്പോഴും വളരെയധികം നല്ലതാണ്. ധനപുരോഗതി ഉണ്ടാകുന്നതിനും ലാഭം ഉണ്ടാകുന്നതിനും നേരത്തെ പറഞ്ഞതുപോലെ ലാഭം നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മത്തെ, ഇപ്പോൾ ലോട്ടറി കച്ചവടമാണെങ്കിലോ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിലോ ഒരു വാഹനത്തിന്റെ ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിലോ അങ്ങനെ നിങ്ങളുടെ ലാഭാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ 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 നല്ലതാണ് എന്നാണ് നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നത്. ലാഭാധിപൻ 12ൽ പോയി നിന്നാലാണ് നമുക്ക് ദോഷം വരുന്നത്. ലാഭത്തിന്റെ അധിപൻ ധനത്തിന്റെ അധിപനൊക്കെ ഉണ്ട്. ഇത് 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് ദോഷമായിട്ട് വരും, ധനനഷ്ടങ്ങളൊക്കെ വരും. കാർത്തിക മുക്കാൽ, രോഹിണി, മകേര തരക്കാർക്ക് നിലവിൽ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നു. 4ാം ഭാവത്തിൽ കേതു, സൂര്യൻ, ബുധൻ. സൂര്യനും ബുധനും നല്ലതാണ്. കേതു നിങ്ങൾക്ക് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. കേതു 4ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ കർമ്മസ്ഥാനത്തേക്ക് ഒരു ദൃഷ്ടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം എപ്പോഴും.
നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിന് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് അശ്വതി കാർത്തിക മുക്കാല് രോഹിണി മകേരത്തലക്കാരുടെ കർമ്മസ്ഥാനത്തേക്ക് ഒരു ദൃഷ്ടി വരുന്നത് കൊണ്ട് ഗൃഹത്തിലും ചില കലഹങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, അരിഷ്ടതകൾ, ധനനഷ്ട യോഗങ്ങൾ വരുന്നുണ്ടെന്നും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഗൃഹസ്ഥാനത്ത് നിൽക്കുന്ന ബുധനും സൂര്യനെ കൊണ്ടും നിങ്ങൾക്ക് അനുകൂല ഫലസിദ്ധിയാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ 5ാം ഭാവാധിപത്യവും ധനത്തിന്റെ ആധിപത്യവും വഹിച്ച ആളാണ് നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ 4ാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യൻ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ കൂടുതലായിട്ട് പറയാൻ പറ്റാത്ത ഒരു സമയമായിട്ടാണ് കാണുന്നത്. എങ്കിലും ഒരു ശ്രദ്ധ വേണം എന്ന് പറയുന്നതിന്റെ കാരണം കേതുവിന്റെ സ്ഥിതി അവിടെ നിൽക്കുന്നത് കൊണ്ടും കർമ്മരാശിയിൽ രാഹുവിന്റെ സ്ഥിതി ഉള്ളതുകൊണ്ടും കേന്ദ്രസ്ഥാനങ്ങളാണ് 4ഉം 10ഉം. അപ്പൊ ഈ 2 ഭാവങ്ങളിൽ ഗൃഹത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തണം, കർമ്മരംഗങ്ങളിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പ്രതിവിധി കണ്ടെത്തണം. നിങ്ങളുടെ ജാതകപ്രകാരം 5ാം ഭാവം മനസ്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്, അത് വലിയ കുഴപ്പമില്ല. അതുകൂടാതെ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് ശനി സഞ്ചരിക്കുകയാണ്, വളരെ വളരെ നല്ലതുമാണ് നിങ്ങളുടെ ലാഭസ്ഥാനത്ത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തലക്കാർക്ക് ഇപ്പോൾ നിലവിൽ കണ്ടകശനിയോ 7ര കണ്ടകാല ശനിയോ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ശനിദോഷം ബാധിക്കാത്ത നക്ഷത്രക്കാരാണ് കാർത്തിക മുക്കാലിൽ വരുന്ന ഇടവക്കൂറുകാർ. കാർത്തിക മുക്കാല് രോഹിണി മകേരത്തല വരുന്ന ഇടവക്കൂറുകാർക്ക് ശനിദോഷം ഒരു കാരണവശാലും അവർക്ക് ബാധിക്കത്തില്ല. ശനി ഇപ്പോൾ എവിടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായ സ്ഥാനത്താണ്, ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അപ്പം ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനിയെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രതിവിധികൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട്? അനുകൂലമായി വരാൻ വേണ്ടിയിട്ട് നീരാഞ്ജനം വിളക്ക് കത്തിക്കുക നല്ലതായിരിക്കും. അയ്യോ എനിക്ക് ശനിദോഷം ഇല്ലല്ലോ എന്നല്ല അന്നേരം കരുതേണ്ടത്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ കൊണ്ട് നമുക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവും. നമുക്ക് ആരാണോ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ ഗുണം ഉണ്ടാവും. പ്രതികൂലത്ത് നിൽക്കുന്ന ആളിനെ നമുക്ക് ദോഷം വരുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു നമുക്ക് ദോഷസ്ഥാനത്താണ്. അതുപോലെ തന്നെ കർമ്മരാശിയിൽ നിൽക്കുന്ന രാഹുവും ദോഷസ്ഥാനത്താണ്. അപ്പോൾ ഗണപതി ഹോമം ചെയ്യുക, കുടുംബസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. രണ്ടാമത് നിങ്ങൾക്ക് നാഗപ്രീതികൾ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. വലിയ ദോഷ സമയമല്ല എന്നുള്ളതാണ് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തലക്കാരുടെ ഒരു ദോഷ ഫലസിദ്ധി പറയുന്നത്. നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് പറയാനാണെങ്കിൽ അത് നോക്കേണ്ട കാര്യമില്ല, എങ്കിലും നമുക്കത് നോക്കി പറയാം. മുൻകൂട്ടി നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും ഒരു നടക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാവുന്ന ഒരു മാസമായിട്ടാണ് സെപ്റ്റംബർ മാസത്തിലെ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുമെന്നും സഹപ്രവർത്തകരിൽ നിന്നും അകൽച്ചകൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെയധികം ഒന്ന് ശ്രദ്ധിച്ച് കണ്ട് പെരുമാറുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നുണ്ട്. 4ാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥിതി വാഹനം കൊണ്ടും ഒക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഗൃഹത്തിലുണ്ടാകുന്ന കലഹങ്ങളും അസ്വസ്ഥതകളും നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം ആ 2 കാര്യങ്ങളെ കൊണ്ടും നേരത്തെ പറഞ്ഞ പ്രതിവിധികൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇപ്പൊ ഇടവക്കൂറുകാരുടെയും ഫലസിദ്ധി പറഞ്ഞു. ഇനി അടുത്തതായിട്ട് മിഥുനക്കൂറ്. മകേരത്തിന്റെ അരയും തിരുവാതിരയും പുണർന്നത്തിൽ മുക്കാല് വരുന്ന മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണെന്നും കർമ്മത്തിൽ ശനിയുണ്ടെന്നും ഭാഗ്യസ്ഥാനത്ത് രാഹു ഉണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ശുക്രൻ ഉണ്ടെന്നും 3ാം ഭാവത്തിൽ ബുധൻ, സൂര്യൻ, കേതു, 4ാം ഭാവത്തിൽ ചൊവ്വ. ഇത് സ്പീഡിൽ പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് സമയം ഈ വീഡിയോയ്ക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഫലസിദ്ധി പറയണമെന്നുള്ള ആൾക്കാരുടെ ഒരു പറച്ചിൽ കാരണമാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഫലസിദ്ധി പറയുന്നത്. ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി സമയം എടുത്ത് പറയുന്നത്. അപ്പം മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ആരാണ്? 7ാം ഭാവാധിപനും കർമാധിപനുമായ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പൊതുവെ ജ്യോതിശാസ്ത്രപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഫലസ്ഥിതിയാണോ ചോദിച്ചാൽ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞൊരു ചെറിയ ദോഷം വരുന്നുണ്ടെങ്കിൽ പോലും വ്യാഴത്തിന്റെ സ്ഥിതി ആയതുകൊണ്ട് കുഴപ്പമില്ല. വ്യാഴം വളരെയധികം സർവേശ്വരകാരകൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്. മകേരത്തരയും തിരുവാതിരയും പുണർന്നതിൽ മുക്കാല് വരുന്നവർക്ക് പൊതുവിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. കണ്ടകശനി ദോഷം 10ാം ഭാവത്തിൽ ശനി ഉള്ളതുകൊണ്ട് ശനിദോഷങ്ങൾക്കുള്ള പ്രതിവിധി ചെയ്യണം. നിങ്ങൾക്ക് 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഗൃഹത്തിൽ ചില ബുദ്ധിമുട്ടുകൾ, ഭൂമികൾ സംബന്ധമായിട്ടുള്ള വഴക്കുകൾ, കേസുകളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിർത്തി തർക്കങ്ങളോ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് സംഭവിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് പെരുമാറുക. നിങ്ങൾക്ക് 12ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണ് ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത്. 12ാം ഭാവാധിപതി 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് നല്ലതല്ല. അപ്പം അതും കുറച്ച് ദോഷ സമയമാണ്. ശുക്രൻ നിങ്ങൾക്ക് കുറച്ച് അനുകൂല ഫലസ്ഥിതിയിലല്ല നിൽക്കുന്നത്. അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ ബുധൻ, സൂര്യൻ, കേതു എന്നിവർ നിൽക്കുന്നത് 3ാം ഭാവങ്ങളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും ഇളയ സഹോദരന്മാരെ കൊണ്ടും ചിന്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പം
മൂന്നാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി നമുക്ക് അത്ര ഗുണകരമല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവിലുള്ള ഫലസ്ഥിതി പറയുന്നത്. മൂന്നാം ഭാവത്തിൽ ബുധനും സൂര്യനും കേതുവും കൂടി നിൽക്കുന്നത് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനും ഇളയ സഹോദരന്മാരുമായിട്ട് ചില വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനും ഒക്കെയുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് അച്ഛന് അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ അച്ഛനോ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും രോഗാരിഷ്ടതകളൊക്കെ വന്ന് ഭവിക്കാനും നമുക്കതിൽ നിന്നും ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത പറയുന്നുണ്ട്. കർമ്മത്ത സ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ കൊണ്ട് നിങ്ങളുടെ ഭാഗ്യാധിപനും അഷ്ടമാധിപനും ചേർന്ന ശനിയാണ് നമുക്ക് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് കർമ്മസ്ഥാനത്ത്, തൊഴിൽ സ്ഥാനത്ത്, പ്രവൃത്തി സ്ഥാനത്തൊക്കെ ചില ദുരിതങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ശനിപ്രീതി വരുത്തി പ്രാർത്ഥിക്കാനാണ് പൊതുവിലുള്ള ജ്യോതിഷഫലം പറയുന്നത്. അപ്പം അശ്വതി, ഭരണി, കാർത്തികകാല്, അതുപോലെ തന്നെ മകയിരത്തര, തിരുവാതിര, പുണർത്തത്തിൽ മുക്കാലുകാരുടെ ഫലസിദ്ധിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവരുടെ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കണക്ക് പ്രകാരം നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യത ഈ മാസം സെപ്റ്റംബർ മാസം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ മാനസികമായിട്ട് കുറച്ച് അലച്ചിലുകൾ ഉണ്ടാകാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യത പറയുന്നൊരു മാസമായിട്ടാണ് കാണിക്കുന്നത് സെപ്റ്റംബർ മാസം. എന്തുകൊണ്ടാണ് അതിൻ്റെ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 12ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുക. അപ്പം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പണങ്ങൾ കുറച്ച് കയ്യിൽ നിന്ന് പോകാൻ നേരത്ത് കുറച്ച് വിഷമങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളും ആശുപത്രി സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾക്കൊക്കെ ഉള്ള സാധ്യത പറയുന്ന ഒരു മാസമാണ്. എങ്കിലും നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, മഹാവിഷ്ണു ഭഗവാന് പൂജകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓജനം കഴിഞ്ഞ് യുഗ്മരാശിയിൽ നിൽക്കുന്ന ഭദ്രകാളി, ചൊവ്വ ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലികൾ, രക്തപുഷ്പാഞ്ജലികളൊക്കെ നടത്തി ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി കാണുക. പൊതുവിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിലെ ഒരു ഫലസിദ്ധി കാണിച്ചു പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കർക്കിടക്കൂറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കർക്കിടക്കൂറിൽ പുണർത്തത്തിൽ കാല് പൂയോ ആയില്യക്കാരായിട്ടുള്ള 2.25 നക്ഷത്രങ്ങളാണ് നിൽക്കുന്നത്. പുണർത്തത്തിൽ കാല് പൂയോ ആയില്യ നക്ഷത്രത്തിലൂടെ ആര് സഞ്ചരിക്കുന്നു? നിങ്ങളുടെ ലാഭത്തിന്റെ അധിപൻ സഞ്ചരിക്കുന്നു ശുക്രൻ. വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ശുക്രന്റെ സ്ഥിതി കൊണ്ടാണ് അത് ഗുണകരമായിട്ട് വരുന്നത്. കൂടാതെ ധനസ്ഥാനത്ത് നിങ്ങൾക്ക് ആരും സഞ്ചരിക്കുന്നു? ബുധനും സഞ്ചരിക്കുന്നുണ്ട്, സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്, കേതുവും സഞ്ചരിക്കുന്നുണ്ട്. ബുധനും സൂര്യനും വളരെയധികം നല്ലതായിട്ട് വരും. എങ്കിലും കേതുവിൻ്റെ ഒരു പ്രഭാവം ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾക്കൊരു സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും ജന്മത്തിലുള്ള ശുക്രന്റെ സ്ഥിതി വളരെയധികം നല്ലതാണ്. വ്യാഴം 12ലാണ്, ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കണം. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽപ്പുണ്ടെന്നും 3ാം ഭാവത്തിൽ ചൊവ്വയുണ്ടെന്നും അഷ്ടമരാശിയിൽ രാഹു നിൽക്കുന്നതായിട്ടും കർക്കിടക്കൂറുകാരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഫലസിദ്ധി പറയുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ നല്ലൊരു രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. സെപ്റ്റംബർ ആദ്യ മാസം കഴിഞ്ഞ് 15ാം തീയതിയോടുകൂടി 13, 14, 15, 16 ഈ 4 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്ക് ഒരു നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ എല്ലാവരെയും ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് 27 നക്ഷത്രക്കാർക്കും ഈ രാശിമാറ്റങ്ങളെ കൊണ്ട് ഫലസിദ്ധി മാറുന്നുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി ഇത്രയും ഗ്രഹങ്ങളാണ് മാറുന്നത്. ശുക്രൻ മാറുന്നുണ്ട്, ബുധൻ മാറുന്നുണ്ട്, സൂര്യൻ മാറുന്നുണ്ട്, ചൊവ്വ മാറുന്നുണ്ട്. ഇത്രയും പേരും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് സെപ്റ്റംബർ മാസം 1ാം തീയതി അതിൻ്റെ ഫലസിദ്ധി പറയുന്നതോടുകൂടി ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു ഭജനം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. കർക്കിടക്കൂറുകാർക്ക് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പറയാനാണെങ്കിൽ വ്യാഴത്തിന്റെ സ്ഥിതിയാണ് 12ൽ വരിക എന്ന് പറയുന്നത് നമുക്ക് നല്ലതല്ല. അപ്പം ശുക്രന്റെ സ്ഥിതി കൊണ്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. സൂര്യന്റെയും ബുധന്റെയും സഞ്ചാരസ്ഥിതി അനുകൂലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള ചൊവ്വയുടെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 13ാം തീയതി ചൊവ്വ 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ കർമ്മ പുരോഗതി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മാസം പകുതിയാകുന്നതോടുകൂടി അതിന്റെ ഫലം ഇപ്പം പറയുന്നില്ല. അപ്പം സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് പൊതുവെ കാണിക്കുന്നത്. അപ്പോൾ ദോഷങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പ്രതിവിധികൾ ചെയ്യുക. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിങ്ങക്കൂറിലേക്ക് ഏകദേശം 1.25 വർഷത്തോളം 1.25 വർഷത്തോളം ഇനി കേതുവിൻ്റെ സഞ്ചാരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് വ്യാഴത്തിന്റെ സ്ഥിതി ഉള്ളത്. അപ്പം ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നെങ്കിലും നിങ്ങൾക്ക് നിലവിൽ അഷ്ടമശനി നടക്കുന്ന ഒരു സമയമാണ്. ആർക്ക്? മകം, പൂര, ഉത്തരത്തിക്കാലുകാർക്ക്. അപ്പം ഇവിടെ വെച്ചിരിക്കുന്ന ഫലസിദ്ധി ഒന്ന് നോക്കിയേക്കാം, എന്താ പറയുന്നതെന്ന് നോക്കിയേക്കാം. ചിങ്ങക്കൂറുകാർക്ക് പല കാര്യങ്ങളിലും ഒരുമിച്ച് നമുക്ക് ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു അവസരം, നമുക്ക് പല കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒരുമിച്ച് തയ്യാറാക്കി ശരിയാക്കേണ്ടതായിട്ട് വരും. ദേഹപീഡ ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ശരീരത്തിൽ പലവിധത്തിലുള്ള രോഗാരിഷ്ടതകളും ശരീര ക്ഷീണങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. കുടുംബ ജീവിത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കുറച്ച് സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അഷ്ടമശനിയുള്ള ഒരു സമയമായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നെഗറ്റീവ് പറയുന്നു എന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ബുധനും സൂര്യനും കേതുവും കൂടി ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് സൂര്യനും കേതുവും പരസ്പരം ശത്രുക്ക ഗ്രഹങ്ങളും കൂടെയാണ്. അപ്പോൾ പൊതുവെ ശത്രുഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ, ധനനഷ്ടങ്ങൾ, മനക്ലേശങ്ങൾ, അലച്ചിൽ, പാഴ്ചെലവുകൾ, ദുരിതങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആര് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനസ്ഥാനത്ത് ചൊവ്വയുണ്ട്. യോഗകാരകനായ ചൊവ്വ ധനസ്ഥാനം സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് കാണിക്കുന്നുണ്ട്. ലാഭസ്ഥാനത്ത് വ്യാഴത്തിന്റെ സ്ഥിതിയുണ്ട്, വളരെയധികം നല്ലതാണ്. അഷ്ടമശനി ഉള്ളതുകൊണ്ടും രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും കേതു ജന്മത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും നാളികേരം തലയ്ക്കും ശരീരത്തും എല്ലാം ഒഴിഞ്ഞുകൊണ്ട് ഗണപതി ഭഗവാന് ഉടയ്ക്കുക, ശിവഭജനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, ശ്രീകൃഷ്ണസ്വാമിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക, ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം വളരെയധികം അനുകൂലമായതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഭജിച്ച് പ്രാർത്ഥിക്കുക. അഷ്ടമശനി നടക്കുന്നത് കൊണ്ട് നീരാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ചിങ്ങക്കൂറുകാർക്ക് പൊതുവിലുള്ള ഒരു ഫലസിദ്ധി ചിങ്ങമാസത്തിൽ പകുതി വരെ നിങ്ങൾ കൂട്ടിയാൽ മതി. സെപ്റ്റംബർ 15 വരെയുള്ള ഫലസിദ്ധി കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ അടപടലം മാറ്റം വരുന്നുണ്ട്. ഈ മാസം തന്നെ നല്ല മാറ്റമാണ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ 15 കഴിഞ്ഞാൽ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി പൊതുവിൽ വരാൻ പോകുന്നുണ്ട്. അടുത്തതായിട്ട് കന്നിക്കൂറുകാർക്ക് ഫലസിദ്ധി പറയുന്നു. നിങ്ങൾക്ക് പൊതുവിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജന്മത്തിൽ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് 3ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലോട്ട് കടക്കുന്നതോടുകൂടി സെപ്റ്റംബർ 13-ാം തീയതിയോടുകൂടി ചൊവ്വ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട്, ധനസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പൊതുവിലുള്ള ചൊവ്വയുടെ ഒരു സഞ്ചാര സ്ഥിതി അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് ദോഷഫലങ്ങളെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും. കഴിഞ്ഞ മാസത്തിലെ പോലെയല്ല ഈ മാസത്തിലെ ഗ്രഹസഞ്ചാര സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 12ാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ വർധന കൂടിയിട്ടുണ്ട്. അപ്പോൾ പാഴ്ചെലവുകൾ വർദ്ധിക്കുക, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, കൂടുതൽ ചെലവുകൾ വർദ്ധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ 7ാം ഭാവം ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? ശനി സഞ്ചരിക്കുന്നു. മനസ്സിന്റെ സ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? രാഹു സഞ്ചരിക്കുന്നു. പ്രധാനമായിട്ട് ഗുണമായിട്ട് ആര് നിൽക്കുന്നു? ശുക്രനും വ്യാഴവും നിൽക്കുന്നു. ശുക്രൻ ലാഭത്തിലും കർമ്മത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് നമുക്കിപ്പോൾ പൊതുവിലുള്ള സമയം കാണിക്കുന്നത്. ചൊവ്വ ദേഹത്ത് സഞ്ചരിക്കുന്നതിനാൽ പലവിധത്തിലുള്ള ഉഷ്ണരോഗങ്ങളും ചർമ്മരോഗങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെന്നും രോഗാരിഷ്ടതകളും ധന ചെലവ് കൂടുന്ന ഒരു സമയമായിട്ടാണ് ദോഷങ്ങളെ കാണിക്കുന്നത്. മനസ്സിനും ചില വിഷമങ്ങൾ ഉണ്ടാകാനും ഭാര്യാ കുടുംബവും ഭാര്യയുമൊക്കെ ആയിട്ടും കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് നെഗറ്റീവായിട്ട് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് എന്ത് കാണിക്കുന്നു? കർമ്മരാശിയിൽ വ്യാഴം നിൽക്കുന്നുണ്ട്, ധനപരമായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ കർമ്മസ്ഥാനത്തുള്ള ഗുണം, ബിസിനസ്സിൽ വിജയം, തൊഴിലിന് പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് അത്, അല്ലെങ്കിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ, അതുപോലെ തന്നെ പൈസ കിട്ടാനുണ്ടെങ്കിൽ ആ കടം കൊടുത്തിരിക്കുന്ന പൈസയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ധനം ഭാഗ്യം കൊണ്ടോ ലോട്ടറി കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് സമയമായിട്ട്. കാരണം നിങ്ങളുടെ ഭാഗ്യാധിപൻ ലാഭസ്ഥാനം സഞ്ചരിക്കുമ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ ഓണം ബെമ്പർ വരെയൊക്കെ പോലും അടിക്കാനുള്ളൊരു സാധ്യത അങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാധ്യത കാണിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും വരുന്ന കന്നിക്കൂറുകാർക്ക് ഭാഗ്യം ഏത് വഴിക്കൂടെയും വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവായിട്ട് കാണിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്യുക, നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്യുക, ശിവഭജനം ചെയ്യുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കന്നിക്കൂറുകാരുടെ ദോഷങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടുണ്ട്. അടുത്തതായിട്ട് തുലാക്കൂറുകാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം നിലവിൽ നിങ്ങൾ തന്നെ ആദ്യം നിങ്ങൾ ഈ ബോർഡിൽ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 12ാം ഭാവം ഇതാണ്, 11ാം ഭാവം ഇതാണ്, 10ാം ഭാവം ഇതാണ്, ഭാഗ്യസ്ഥാനം ഇവിടെയാണ്. അത് മാറാൻ ഒരിക്കലും പോകുന്നില്ലല്ലോ. ധനസ്ഥാനം ഇതാണ്, കുടുംബസ്ഥാനം ഇതാണ്, ഗൃഹസ്ഥാനം, മനസ്ഥാനം, ശത്രുസ്ഥാനം, ഭാര്യാസ്ഥാനം, ആയുസ്സിന്റെ സ്ഥാനം, ഭാഗ്യസ്ഥാനം, കർമ്മസ്ഥാനം, ലാഭസ്ഥാനം, നഷ്ടസ്ഥാനം ഇതാണ്. എപ്പോഴും നിങ്ങൾ ഇത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലിൽ വരുന്ന ചന്ദ്രൻ ഇവിടെ വരുന്നവർ ഇത്രയും കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്തൊന്നുകൂടെ നോക്കുക. ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഓരോ മാറി വരുമെന്ന് ആദ്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ആദ്യം കേൾക്കുക. അപ്പൊ നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ജന്മത്തിൽ ആരുമില്ല. 12ൽ ചൊവ്വ, ലാഭസ്ഥാനത്ത് ബുധനും സൂര്യനും കേതു, കർമ്മസ്ഥാനത്ത് ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, 6ാം ഭാവത്തിൽ ശനി,
5-ാം ഭാവത്തിൽ രാഹു. ഇങ്ങനെയുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് നമുക്കിവിടെ ഉള്ളത്. 5-ാം ഭാവം എന്താ? മനസ്സിന്റെ സ്ഥാനമാണ്. മനസ്സിന്റെ സ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? രാഹു സഞ്ചരിക്കുന്നു. അത് നല്ലതല്ല. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമതകളും വന്നു ചേരാനുള്ള പല കാരണങ്ങളും വന്നു ചേരും. ശനി 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രോഗസ്ഥാനം ശത്രുസ്ഥാനത്ത് ഒരു പ്രതിവിധിയാണെങ്കിൽ പോലും ശനി 6-ാം ഭാവത്തിൽ വന്ന് നിൽക്കുമ്പോൾ രോഗാക്ഷതകളും പറയും. നേരെ മറിച്ച് ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് വ്യാഴത്തിന്റെ സ്ഥിതി ഇരിക്കുക. അപ്പം വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥാനത്തുള്ള സ്ഥിതി ജന്മത്തിലേക്കുള്ള ദൃഷ്ടിയും കൂടെ ഉള്ളതുകൊണ്ട് ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു കാര്യം ആര് വരുന്നുണ്ട്? വ്യാഴത്തിന്റെ ബലം കൊണ്ടുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ളത് ആരാ? ശുക്രൻ. ശുക്രൻ നിങ്ങൾക്ക് ഇവിടെ സഞ്ചരിക്കുന്നു, കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അപ്പൊ കർമ്മസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ധനപുരോഗതി ഉണ്ടാവുക, കിട്ടാനുള്ള പണം കിട്ടുക, അങ്ങനെയുള്ള ഐശ്വര്യങ്ങളെല്ലാം വന്നു ചേരുക. ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിന്റെ സ്ഥിതി ഉള്ളത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങളെല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാ നോക്കിക്കോ. നിങ്ങളുടെ ജാതകപ്രകാരം ഭാഗ്യാധിപനും അതുപോലെ തന്നെ 12-ാം ഭാവാധിപനുമായ ബുധൻ നിൽക്കുന്നു. ലാഭാധിപൻ ലാഭസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്നു. കേതുവിന്റെ സ്ഥിതി ഉണ്ട്. അപ്പൊ പൊതുവിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി വെച്ചുകൊണ്ട് ഒരു 100%-ൽ 60% ഗുണം നിൽക്കുന്ന ഒരു സമയമാണെന്നും 40% ഒരു ദോഷം കാണുന്ന ഒരു സമയമാണെന്നും നമുക്ക് പൊതുവിലുള്ള ഫലസിദ്ധി കൊണ്ട് പറയാം. അപ്പം ധനദുരിതങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 13 കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ധനപരമായിട്ടുള്ള ദുരിതങ്ങൾക്കും കർമ്മപരമായിട്ടുള്ള പുരോഗതിക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിനും ഭാഗ്യവർദ്ധനവിനും ഒക്കെയുള്ള സമയം ഈ മാസം 13-ാം തീയതിയോടുകൂടി നിങ്ങൾക്ക് വരാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കണക്ക് 60-40 ഫലസിദ്ധിയാണ് കാണിക്കുന്നത്. ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം പോലുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും മനഃശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടി മക്കളുടെ പേര്, സന്താനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾക്ക് നാഗപ്രീതി വരുത്തുക. അതുപോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. ഗണപതി ഹോമം ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ശിവഭജനം ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തുലാക്കൂറിൽ വരുന്ന ഇത്തരരെയും ചോദ്യം വിശാഖത്തൽ മുക്കാലുകാർക്ക് ഇപ്പോഴുള്ള ദോഷങ്ങളെ മുന്നോട്ട് പോകാൻ സാധിക്കും, മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. വൃശ്ചികക്കൂറുകാരിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം ധനസ്ഥാനം എവിടെയാണ്? അവിടെ ആരുമില്ല. ധനത്തിന്റെ അധിപതി നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. അറിഞ്ഞുകൂടാത്തവരാണല്ലോ ഈ ജ്യോതിഷം കേൾക്കുന്നത്. ധനസ്ഥാനത്ത് ആരുമില്ല, 3-ാം ഭാവത്തിൽ ആരുമില്ല, 4-ൽ രാഹു, 5-ൽ ശനി, 6-ലെ 7 ഒന്നുമില്ല, 8-ൽ അഷ്ടമത്തിൽ വ്യാഴം, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, കർമ്മസ്ഥാനത്ത് ബുധൻ, സൂര്യൻ, കേതു, ലാഭസ്ഥാനത്ത് ചൊവ്വ. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് ആർക്ക്? വൃശ്ചികക്കൂറ് വരുന്ന വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടം നക്ഷത്രക്കാർക്കും. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് അഷ്ടമത്തിൽ ഒരു മറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു ആദ്യത്തെ ഫലസിദ്ധി പറയേണ്ടതായിട്ട് വരുന്നത്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കേതുവും സൂര്യനും ബുധനുമാണ്. അപ്പം കർമ്മരംഗത്തും കുറച്ച് ദുരിതങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഷ്ടമത്തിന്റെ സ്ഥാനത്തും വ്യാഴത്തെ കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടുള്ള അനുകൂല സ്ഥിതി എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കർമാധിപതി കർമ്മത്തിൽ വന്നിരിക്കുന്നത് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ വളരെയധികം നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന കേതുവും അവിടെ നിൽക്കുന്ന ബുധനും നമുക്ക് കുറച്ച് ദോഷങ്ങളെ സമ്മാനിക്കുന്ന ഒരു ഗ്രഹമാണെന്നും 4-ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് നമുക്ക് ഗൃഹത്തിൽ നിർമ്മാണ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതോ വസ്തു വിൽക്കുന്നതോ വസ്തു വാങ്ങുന്നതോ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുവാണെങ്കിൽ ഇപ്പോൾ പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയമായിട്ടുമാണ് കാണിക്കുന്നത്. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി മനസ്സിന് കുറച്ച് വിഷമങ്ങളും സന്താനങ്ങൾക്ക് ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമയമായിട്ടാണ് വൃശ്ചികക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിലെ പകുതി വരെയുള്ള ഫലസിദ്ധി പറയുന്നത്. അപ്പോൾ പൊതുവിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി അനുസരിച്ചുകൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. 60 നെഗറ്റീവ്, 40 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ ദോഷ പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് മഹാവിഷ്ണു ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ നക്ഷത്രദേവനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് നിന്ന് 12-ാം സ്ഥാനത്തേക്ക് വരുന്നതോ കാണിക്കുന്നുണ്ട്, ജന്മാധിപൻ. അത് നിങ്ങൾക്ക് പൊതുവിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥ വെച്ചുകൊണ്ട് 12-ലേക്ക് വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ മഹാവിഷ്ണു ഭജനം ചെയ്യുക. കുടുംബഗൃഹത്തിൽ നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക. സുബ്രഹ്മണ്യന് വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വൃശ്ചികക്കൂറുകാർക്കുള്ള ഈ വൃശ്ചിക മാസം സെപ്റ്റംബർ മാസം വരെയുള്ള ദോഷങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ്. അനുകൂല സ്ഥിതിയും പ്രതികൂല സ്ഥിതിയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് 60 നെഗറ്റീവ് കാണിക്കുന്നത്, പോസിറ്റീവായിട്ട് 40 കാണിക്കുന്നുള്ളൂ. അത് എൻ്റെ കുറ്റമല്ല, ഇപ്പോഴത്തെ സ്ഥിതി ഗ്രഹസഞ്ചാര സ്ഥിതി അതാണ്. പക്ഷെ അത് മാറ്റം വരും. സെപ്റ്റംബർ മാസം
ഈ മാസം കന്നിമാസം ഓർത്തിരുന്നാൽ മതി. കന്നിമാസം 1-ാം തീയതിയോടുകൂടി നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇത് ധനുക്കൂറുകാരുടെ ഫലസ്ഥിതി നമ്മൾ പറയുകയാണെങ്കിൽ ധനുക്കൂറുകാർക്ക് നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് 4-ാം ഭാവത്തിൽ ശനി നിൽപ്പുണ്ട്, 3-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് ബുധൻ, സൂര്യൻ, കേതു, കർമ്മത്തിൽ ചൊവ്വ എന്നുള്ള ഒരു സ്ഥിതിയാണ് ആർക്ക്? ധനുക്കൂറുകാർക്ക്. ധനുക്കൂറിന്റെ അധിപൻ ചന്ദ്രലഗ്നാധിപനായ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട്, കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും വളരെയധികം ഐശ്വര്യപ്രദമായ സമയമാണെന്നും നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതായിട്ടും ഒക്കെ കാണുന്ന ഒരു സമയമാണ്. എങ്കിലും കണ്ടകശനി ദോഷം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനുമായിട്ടുള്ള ശനി നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമായതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൃഹനിർമ്മാണ യോഗം കാണിക്കുന്നുണ്ട്, വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയം കാണുന്നുണ്ട്, വിദ്യാപുരോഗതി ഉണ്ടാവുന്നുണ്ട്, പരീക്ഷയിൽ വിജയം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണസിദ്ധി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ തന്നെ ദീർഘകാലമായി രോഗങ്ങൾക്ക് മരുന്നിന് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രോഗശാന്തി ഉണ്ടാവുമെന്നൊക്കെ കാണുന്ന ഒരു സമയമാണ്. പൊതുവിൽ ധനുക്കൂറുകാർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമയമായിട്ടാണ് പൊതുവിലുള്ള ഫലസിദ്ധികൾ നോക്കുമ്പോൾ കാണിക്കുന്നത്. എങ്കിലും ശനിയുടെ ഒരു സ്ഥിതി അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യ, തൊഴിലൊക്കെ പുരോഗതിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വരുന്ന സെപ്റ്റംബർ മാസം പകുതിയോടുകൂടി തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളും പ്രൊമോഷനൊക്കെ ഉണ്ടാകാനും ഇന്റർവ്യൂവിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതിനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ്. കാരണം 12-ാം ഭാവാധിപതി ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു ഫലസിദ്ധി കാണിക്കുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമി പൂജ നടത്തുക. നിങ്ങൾ പ്രധാനമായിട്ട് 5-ാം ഭാവാധിപത്യം വരുന്ന ചൊവ്വയുടെ ഒരു ബലം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ മന്ത്ര അർച്ചനകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശാസ്താവിന് കരിക്കുകൊണ്ട് അഭിഷേകങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് ദോഷങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് ഫലസിദ്ധി പറയുന്നത്. അടുത്തതായിട്ട് മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. മകരക്കൂറുകാർക്ക് നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് എന്താണെന്ന് നോക്കിയാൽ ധനസ്ഥാനത്ത് രാഹു, 3-ാം ഭാവത്തിൽ ആര്? കുടുംബസ്ഥാനത്ത് ശനി, 4, 5. ഗൃഹസ്ഥാനം, മനസ്ഥാനം ആരുമില്ല. ശത്രുസ്ഥാനം, രോഗസ്ഥാനത്ത് ആര് പോയി നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നു. അതെപ്പോഴും നമുക്ക് ദോഷമാണ്. പക്ഷെ 7-ാം ഭാവത്തിൽ ഐശ്വര്യസ്ഥാനത്തും ഭാര്യാസ്ഥാനത്തും ശുക്രന്റെ സ്ഥിതി വളരെ 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 നല്ലതാണ്. പക്ഷെ ശുക്രന് മാറ്റം വരാൻ പോവുകയാണ് ചിങ്ങമാസം 14-ാം തീയതി, സെപ്റ്റംബർ 14-ാം തീയതിയോടുകൂടി, ചിങ്ങം 30-ാം തീയതിയോടുകൂടി ശുക്രൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറാൻ പോകുന്നുണ്ട്. അതുവരെ ഒരു അനുകൂല ഫലസിദ്ധി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അഷ്ടമരാശിയിൽ ആരൊക്കെയാണ് നിൽക്കുന്നത്? ബുധൻ, സൂര്യൻ, കേതു, ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഇപ്പോൾ കർമ്മസ്ഥാനത്തേക്ക് മാറാൻ പോകുന്നുണ്ട്. നിലവിലെ അവസ്ഥ വെച്ചുകൊണ്ട് ധനസ്ഥാനം കുറച്ച് ദോഷം കാണിക്കുന്നുണ്ട്, കുടുംബസ്ഥാനത്തും കുറച്ച് ദോഷം കാണിക്കുന്നുണ്ട്. ശത്രു രോഗസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും രോഗാഷ്ടതകളെ കൊണ്ടും ഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പോൾ അഷ്ടമരാശിയിലാണ് ബുധനും സൂര്യനും കേതുവും നിൽക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. വ്യാഴം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ദോഷസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഗുണസ്ഥാനത്ത് ആരൊക്കെ നിൽക്കുന്നു? ശനി ഗുണസ്ഥാനത്ത് നിൽക്കുന്നു, ശുക്രൻ ഗുണസ്ഥാനത്ത് നിൽക്കുന്നു, ചൊവ്വ ഗുണസ്ഥാനത്ത് നിൽക്കുന്നു. ഈ 3 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥകൾ രോഗാരിഷ്ടതകൾ, ധനനഷ്ടം, അലച്ചില്, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവുകൾ, ഗൃഹത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള ദുരിതങ്ങളുടെ ഒരു ഭാവം കാണിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസം 15 വരെ. എങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ്? ശനിയും ശുക്രനും ചൊവ്വയും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മകരക്കൂറുകാർ നേരെ ശാസ്താഭജനം ചെയ്യുക, കരിക്കഭിഷേകം ചെയ്യുക, നെയ്വഴിച്ച് വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക, അന്നപൂർണേശ്വരി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക, ദേവിക്ക് വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലികൾ നടത്തുക, ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കുരുതി പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശക്തമായി നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും ചൊവ്വയും മകരക്കൂറുകാർക്ക്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ട് നിൽക്കുക. പ്രതികൂലമായിട്ടുള്ള അവസ്ഥ ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം 70% നെഗറ്റീവും 30% പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ മകരക്കൂറുകാർക്ക്. ആ അവസ്ഥ മാറി ഗുണകരമായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത്. അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് നിലവിൽ ജന്മത്തിൽ രാഹു, ധനസ്ഥാനത്ത് ശനി, അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ മനസ്ഥാനത്ത് വ്യാഴം, 6 ശത്രുസ്ഥാനത്ത് ശുക്രൻ, 7-ാം ഭാവം ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനത്ത് ആരൊക്കെയുണ്ട്? ശുക്രനും കേതുവും ബുധനുണ്ട്. അഷ്ടമത്തിൽ ചൊവ്വ,
9, 10, 11, 12 ഭാവങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രലഗ്നാധിപനായ ശനി ധനസ്ഥാനം സഞ്ചരിക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള ഒരു പുരോഗതി ഈ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പൊതുവിൽ ജ്യോതിശാസ്ത്രപരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണ് വ്യാഴത്തിന്റെ സ്ഥിതി. ധനാധിപതി 5ാം ഭാവത്തിൽ നിൽക്കുകയും അവിടെ നിന്നുകൊണ്ട് ഈ കുംഭൻ രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് പൊതുവിൽ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് ആര്? വ്യാഴം. ശനിയും അനുകൂലമായിട്ടാണോ എന്ന് ചോദിച്ചാൽ 7ഘണ്ടകാല ശനി ഉണ്ടെങ്കിലും ശനി നമുക്ക് ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപനാണ്. കുംഭക്കൂറുകാരായിട്ട് അവിടെ തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാരുടെ ചന്ദ്ര ലഗ്നാധിപൻ ആരാണ്? ശനി. ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആ ഭാവത്തിന് മേന്മയെ പറയണമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ ശനി എവിടെ സഞ്ചരിക്കുന്നു? ധനസ്ഥാനത്തിന് മേന്മയെ പറയണം എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ വളരെയധികം അനുകൂലമായിട്ട് ധനസ്ഥാനം കാണിക്കുന്നുണ്ട്. മനസ്ഥാനം, സന്താനസ്ഥാനം അനുകൂലമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുസ്ഥാനത്തായിട്ട് പോയി നിൽക്കുകയാണ്. ഇപ്പൊ ശുക്രന് മാറ്റം വരുന്നുണ്ട്. പക്ഷെ 7ാം ഭാവം ഐശ്വര്യസ്ഥാനം, നിങ്ങളുടെ ഭാര്യാസ്ഥാനത്ത് ബുധൻ, സൂര്യൻ, കേതു, ഈ 3 ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂര്യൻ നിൽക്കുന്നത് വളരെയധികം ഉത്തമമാണെന്നും ബുധൻ നിൽക്കുന്നത്, നിങ്ങളുടെ ഭാഗ്യാധിപനായിട്ടുള്ള ബുധൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യാധിപനല്ല, 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ബുധനാണ്. കുംഭക്കൂറുകാർക്ക് 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ബുധനാണ് നമുക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥിതി വെച്ചുകൊണ്ട് കുടുംബത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി പറയാൻ ഒരു പൊതുവിൽ ഇച്ചിരി തടസ്സമായിട്ട് നിൽക്കുന്ന സമയമാണ്. എല്ലാത്തിനെയും കവച്ചു വെക്കുന്ന ദോഷം വ്യാഴത്തെ കൊണ്ട് മാറ്റിക്കിട്ടും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചൊവ്വ, വ്യാഴം, ശനി, ഈ 3 ഗ്രഹങ്ങളാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് കുംഭക്കൂറുകാർക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ശനിപ്രീതി വരുത്തുക, നീരാഞ്ജനം വിളക്ക് കത്തിക്കുക, വിഷ്ണു ഭജനം ചെയ്യുക, മഹാവിഷ്ണു പൂജ ചെയ്യുക, വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ ചെയ്യുക, ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യനും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗപരമായിട്ടുള്ള ചില ദുരിതങ്ങൾ വന്നിരിച്ചേരുന്ന ഒരു സമയമാണെന്നും കുടുംബത്തിൽ കലഹങ്ങളും പ്രയാസങ്ങളും അരിഷ്ടതകളും വിഷമതകളും വരാനും ഭാര്യയുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഭാര്യാ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഇച്ചിരി കുറയ്ക്കുന്നത്. നെഗറ്റീവ് കുറയ്ക്കുന്നതിന്റെ കാരണം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആർക്കും അത് ഗുണകരമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ ഒരു ഭാവത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് അല്ലെങ്കിൽ തടസ്സങ്ങളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്തുണ്ടാകും? നമുക്ക് വരുന്നതെല്ലാം തടസ്സമായിട്ട് മാറും എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആരാണ് അനുകൂലമായിട്ട് ഈ മാസത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഗ്രഹങ്ങൾ മാറി വരുമ്പോൾ ആരാണ് ഇനി നമുക്ക് ഗുണമായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കാനാണ് നമ്മൾ ഈ ബോർഡിൽ ഇത് വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ അടുത്ത നമ്മൾ ശനി മീനക്കൂറുകാരുടെ ഫലസിദ്ധി പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാവം നോക്കിക്കൊള്ളുക. അപ്പൊ ശനിക്ക് ഉത്തരത്തിൽ മുക്കാലും ഉത്രട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ജന്മശനി, കണ്ടകശനി, നീരാഞ്ജനം കത്തിക്കണം എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും ശനി ആരാണ്? നിങ്ങളുടെ 12ാം ഭാവാധിപനും നിങ്ങളുടെ ലാഭാധിപനുമാണ്. രണ്ടും കൂടെ ചേരുന്നൊരു ഗ്രഹമാണ് ആര്? ശനി. ശനി രേവതി നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു ബലം നൽകുന്ന ഒരു ഗ്രഹമാണെന്ന് പറയാറുണ്ട്. ആത്മീയ ബലം വർദ്ധിക്കുക, മനോധൈര്യം വർദ്ധിക്കുക. അതുപോലെ ശനി കൂടെ ഉണ്ടെന്ന് വരിൽ പിന്നെ വേറെ ആരെയും പേടിക്കണ്ട എന്ന് പറയാറുണ്ട് പൊതുവെ. അപ്പം ഒരു ബലമായ ഗ്രഹം, ശക്തനായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇറങ്ങി നടക്കാമല്ലോ. ഏത് രാത്രിയിലും പാതിരാത്രിയിലും എവിടെ ഇറങ്ങി നടക്കാൻ, നമ്മളെ എവിടെയും സംരക്ഷിക്കാനുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കാനുണ്ടോ? വെറുതെ ചിന്തിച്ചാൽ പോലും അറിയാൻ പറ്റും. നമുക്ക് എവിടെയും പോകാൻ ധൈര്യം തരുന്ന ഒരാള്, അല്ലെങ്കിൽ എന്ത് കർമ്മം ചെയ്യാനും പ്രവൃത്തിയിലും ധൈര്യം തരാൻ വരുന്ന ഒരാൾ ശനി ആരുണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ശനീശ്വരനെ പ്രാർത്ഥിക്കൂ. അല്ലാതെ ശനിദോഷമാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമുണ്ടെന്നല്ല പറയുന്നത്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ആളുകൾ. യഥാർത്ഥത്തിൽ ജന്മശനി നമുക്ക് നല്ലതാണ്. ജന്മശനി ഇറങ്ങിപ്പോകുന്നതോടുകൂടി നമ്മുടെ പാപഭാരം മുഴുവൻ ഇറങ്ങിപ്പോകും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിലെ ശുഭവും അശുഭവും അപ്പോൾ തന്നെ വേർതിരിച്ചിട്ട് അതിന്റെ ഫലസിദ്ധി തരും എന്നുള്ളതാണ് കണ്ടകശനി, ജന്മശനി, 7ഘണ്ടകാല ശനി എന്ന് പറയുന്നത്. അപ്പം മീനക്കൂറുകാർക്ക് ജന്മശനി ഉണ്ടെന്നും 4ാം ഭാവത്തിൽ ആര് സഞ്ചരിക്കുന്നു? വ്യാഴം വളരെ ശക്തമായിട്ടും ധനപരമായിട്ടും ഒക്കെ പുരോഗതി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. 5ാം ഭാവത്തിൽ ശുക്രൻ, 6ാം ഭാവത്തിൽ അതാണ് പ്രശ്നം. രോഗം, പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ടും അരിഷ്ടതകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ ഒരു സമയം പറയുന്നത്. ശത്രുക്കൾ വർദ്ധിക്കുക, രോഗാരിഷ്ടതകൾ വർദ്ധിക്കുക, ഇതൊരു ദോഷമായിട്ട് മീനക്കൂറുകാർക്ക് നിൽപ്പുണ്ട്. എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 80-20 കൂട്ടിയാൽ മതി. 80% ഗുണവും 20% നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് മീനക്കൂറുകാർക്ക്.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുകയും ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയും ഹനുമാൻ സ്വാമി പൂജകൾ ചെയ്യുകയും ചെയ്യണം. മഹാവിഷ്ണു പൂജകൾ ചെയ്ത് പ്രാർത്ഥന ചെയ്യണം. രോഗശാന്തി ഉണ്ടാവാൻ മൃത്യുഞ്ജയ ഹോമം തന്നെ ചെയ്ത് പ്രാർത്ഥിക്കുക. സൂര്യനാണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പം മൃത്യുഞ്ജയ ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചനകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഗണപതിക്ക് കർഗമാല ഒക്കെ ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. 12-ലെ രാഹുവിന്റെ സ്ഥിതി കയ്യിൽ നിന്ന് ഒരുപാട് പണം, കൂടുതൽ പാഴ്ചെലവ് വർദ്ധിക്കാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം 15-ാം തീയതി കന്നിമാസം 1-ാം തീയതിയോടുകൂടി നല്ലൊരു മാറ്റം ജ്യോതിശാസ്ത്രപരമായിട്ട് 27 നക്ഷത്രക്കാർക്കും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കന്നിമാസം 1-ാം തീയതി മുതൽ കന്നിമാസം 1 മുതൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം പ്രപഞ്ചത്തിലാകമാനം വരാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പം മീനക്കൂറുകാർക്ക് ധനനഷ്ടം, പാഴ്ചെലവ്, രോഗാശ്രതകളെ സൂക്ഷിക്കുക. അനുകൂലമായിട്ട് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും അതുപോലെ തന്നെ ശനിയെ കൊണ്ടുമുള്ള ഫലസിദ്ധി നിങ്ങൾ എടുക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.